ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ്. ഹീറോൻ്റെ പാഷൻ പ്ലസ് വണ്ടി എൻജിൻ വർക്കുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ ആണ് കേട്ടോ. നിലവിൽ നമുക്ക് അതിൻ്റെ ക്രാങ്ക് ഷാഫ്റ്റ് കംപ്ലയിൻറ്റ് വന്നിട്ട് നല്ല രീതിയിൽ സൗണ്ട് വ്യത്യാസമായിട്ടാണ് വന്നിരുന്നത്. പിന്നെ അഴിച്ച് ചെക്ക് ചെയ്യുന്ന സമയത്ത് സിലിണ്ടർ കംപ്ലയിൻ്റ് ഉണ്ട്. അപ്പോൾ അത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് അഴിച്ച് ചെക്ക് ചെയ്തതിൻ്റെ ഫുൾ എൻജിൻ വർക്കായ രീതിയിലാണ് നമ്മൾ ചെയ്യണം കേട്ടോ. അത് 1 വർഷം വാറണ്ടിയിലുള്ള വർക്കാണ് നമ്മൾ ചെയ്യണത്. 1 വർഷം അല്ലെങ്കിൽ 12,000 കിലോമീറ്റർ ഓൾറെഡി നമുക്ക് വാറണ്ടി കൊടുക്കുന്നുണ്ട്. ആ പാർട്സുകൾ നമ്മൾ മാറ്റി റീപ്ലേസ് ചെയ്തിട്ടാണ് നമ്മൾ എൻജിൻ വർക്ക് ചെയ്യണം കേട്ടോ. അപ്പോൾ അതിൻ്റെ ക്രാങ്ക് ഷാഫ്റ്റൊക്കെ നമ്മൾ മാറ്റുന്ന സമയത്ത് 3,800 രൂപ നമുക്ക് ക്രാങ്ക് ഷാഫ്റ്റിന് വരുന്നുണ്ട്. ക്രാങ്ക് അസംബ്ലി ഉണ്ടോ ഫുൾ യൂണിറ്റ്. പിന്നെ അതേപോലെ തന്നെ സിലിണ്ടർ കിറ്റ് വരുമ്പോഴത്തേക്ക് നമുക്ക് അതിന് വരുന്നത് 2,250 വരുന്നുണ്ട്. ക്യാം ചെയിൻ കിറ്റ്, ടൈമിംഗ് ചെയിനും അതിനോടനുബന്ധിച്ച് വരുന്ന വീലുകളൊക്കെ അടക്കം വരുമ്പോൾ 460 രൂപ നമുക്ക് വരുന്നുണ്ട്. ഗ്യാസ്കറ്റ് കിറ്റ് 117 രൂപ. 117 രൂപ കിറ്റ് മതി. ബാക്കിയിട്ട് നമുക്ക് സിലിണ്ടർ കിറ്റിനകത്ത് അതിൻ്റെ ഹെഡ് ഗ്യാസ്കറ്റൊക്കെ ഉള്ളത് കൊണ്ടാണ് ഈ കുറഞ്ഞ റേറ്റ് കുറഞ്ഞ ഹാഫ് കിറ്റ് എന്നതിന് പറയാം. ഹാഫ് കിറ്റ് എടുത്താണ്. ഫുൾ കിറ്റ് വരുമ്പോഴത്തേക്ക് 200 ചില്ലാൻ രൂപ വിലയുണ്ട്. പിന്നെ അതേപോലെ തന്നെ എഞ്ചിൻ ഓയിലൊക്കെ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ കറക്റ്റ് കമ്പനി ഓയിൽ തന്നെ യൂസ് ചെയ്യണം. എന്നാലാണ് നമുക്ക് ഓൾറെഡി വാറണ്ടി തരാനായിട്ട് പറ്റുള്ളൂ. അതൊക്കെ പറയുന്ന ആ രീതിയിൽ വേണം നമ്മൾ വർക്ക് ചെയ്യാനായിട്ട്. അതായത് സർവീസ് ആഫ്റ്റർ സർവീസായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ കൃത്യമായിട്ട് നമ്മൾ നോട്ട് ചെയ്ത് പറയാം. അപ്പോൾ അതും പ്രകാരം നമ്മളത് ചെയ്തും പോകണം കേട്ടോ. അതേപോലെ ക്ലച്ച് ഡിസ്ക്, ക്ലച്ചിൻ്റെ പ്ലേറ്റ്, അതിൻ്റെ ഉള്ളിൽ വരുന്ന ഓറിങ്ങുകൾ, ന്യൂട്രലിൻ്റെ പ്ലേറ്റ്, അതിനോടനുബന്ധിച്ച് ഫുള്ള് ഭാഗങ്ങൾ നമ്മൾ ക്ലിയർ ചെയ്തിട്ടുണ്ട്. ഇത് ഗിയർ ബോക്സിൽ വരുന്ന ബെയറിങ്ങിൻ്റെ കിറ്റാണ്. 442 രൂപ നമുക്ക് അതിന് റേറ്റ് വരാം. മൊത്തം 5 എണ്ണം ഗിയർ ബോക്സിനകത്ത് വരുന്നത് ക്ലച്ചിൻ്റെ ആ ക്ലച്ച് ലോഡ് ചെയ്യുന്ന ഭാഗത്ത് വരുന്ന ബെയറിങ്. ഇത്രയായിട്ടാണ് നമ്മൾ ചെയ്യണ വർക്ക്. പിന്നെ അതിനകത്ത് നമുക്ക് വേറൊരു അഡീഷണലായിട്ട് വന്നൊരു വർക്ക് എന്നതിൽ നമുക്ക് നമ്മുടെ വണ്ടിയുടെ എൻജിൻ ഹെഡ് ഇതാണ്. നമുക്കത് റിപ്പയർ ചെയ്യാനായിട്ട് നമ്മൾ കൊടുത്തുവിട്ടു. അതായത് വാൽവ് മാറ്റി സീറ്റ് ചെയ്ത് വാൽവ് ഗൈഡും ചേഞ്ച് ചെയ്തിട്ട് നമ്മൾ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് കൊടുത്തുവിട്ടത്. അപ്പോൾ അവിടെ ചെന്ന് ലെയ്ത്തിൽ കയറ്റിയിട്ട് അത് ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് അതിൻ്റെ ഉള്ളിൽ വരുന്ന ഈ ഭാഗത്ത് വരുന്ന ഈ വാൽവ് ഗൈഡ് വരുന്ന ഈ ഭാഗത്ത് ചെറിയൊരു ലീക്കേജ് കാണുന്നുണ്ട്. ചെറിയൊരു ക്രാക്ക് പോലെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇത് തന്നെ യൂസ് ചെയ്യുമ്പോഴുള്ള പ്രോബ്ലം എന്ന് വെച്ചാൽ വീണ്ടും പുക വരാനും കാര്യങ്ങളൊക്കെ സാധ്യത കൂടുതലാണ്. അപ്പോൾ തൽക്കാലം നമ്മളത് ഉപയോഗിക്കണില്ല, അത് മാറ്റി വെച്ചു. അതിന് ശേഷം നമ്മൾ വേറെ ഒരെണ്ണം ഹെഡ് നമ്മൾ അറേഞ്ച് ചെയ്തു. അത് സെക്കൻഡ് ഒരെണ്ണം പൊളിച്ച വണ്ടിയുടെ നോക്കിയിട്ട് ഒരെണ്ണം എടുത്ത് കൊണ്ടുവന്നിട്ട് അതാണ് നമ്മൾ റെഡിയാക്കി കയറ്റിയാണ് കേട്ടോ. പറയാൻ കാരണം എന്ന് വെച്ചാൽ അതല്ലെങ്കിൽ നമുക്ക് എന്താ പറ്റുമെന്ന് വെച്ചാൽ ബാക്കിത്തൊക്കെ നമ്മൾ ക്ലിയർ ചെയ്യും. അതിന് ശേഷം വീണ്ടും പുകയുടെ പ്രോബ്ലമൊക്കെ വന്നിട്ട് വീണ്ടും നമ്മൾ രണ്ടാമത് അയക്കേണ്ടതായിട്ട് വരും. അപ്പോൾ ഇത് നമ്മൾ സെക്കൻഡ് മേടിച്ചതിൻ്റെ ഒരു എമൗണ്ട് നമ്മൾ അഡീഷണൽ കൊടുത്താൽ മതി. അപ്പോൾ ഇത് റീപ്ലേസ് ചെയ്തിട്ട് ബാക്കിത്തെ ഭാഗങ്ങൾ മാറ്റുന്ന കൂട്ടത്തിൽ ഇതടക്കമാണ് മാറ്റിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ അഡീഷണൽ പേയ്മെൻറ്റ് വരും. ഏകദേശം എനിക്ക് തോന്നുന്നു 750 800 അങ്ങനെ റേറ്റ് വരാം. അപ്പോൾ അത് മൊത്തത്തിലുള്ള ലെയ്ത്ത് ബില്ല് നമ്മൾ അഡീഷണലായിട്ട് നമ്മൾ തരുവാനകത്ത് കേട്ടോ. അപ്പോൾ മൊത്തം പറഞ്ഞ എസ്റ്റിമേറ്റിൽ എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു 700 രൂപ 800 രൂപയുടെ വ്യത്യാസം വരും ഈ പാർട്സ് എടുക്കേണ്ടി വന്ന കാരണമാണ്. അപ്പോൾ ഞാൻ അതിൻ്റെ വർക്ക് ഇപ്പോൾ തുടങ്ങണേക്കാൾ മുമ്പ് മാറ്റുന്ന പാർട്സുകളുടെ ഒരു ലിസ്റ്റ് കാണിച്ചെന്നുള്ളൂ. വർക്ക് കംപ്ലീറ്റ് ആയി കഴിയുമ്പോഴത്തേക്ക് ഞാൻ അതിൻ്റെ ആഫ്റ്റർ സർവീസ് നമ്മളെങ്ങനെയാണ് അതിൻ്റെ ബാക്കിയത്തെ സർവീസ് വാറണ്ടി പീരീഡിൽ ഏത് രീതിയിലാണ് സർവീസ് ചെയ്യേണ്ടതെന്നൊക്കെ കൃത്യമായിട്ട് അടുത്ത വീഡിയോയിൽ നമ്മൾ പറയാം കേട്ടോ. പിന്നെ വർക്ക് കംപ്ലീറ്റ് ആയതിന് ശേഷം നമുക്കത് ചെയ്യേണ്ട വർക്കുകളുടെ ഡീറ്റെയിൽസുകളൊക്കെ കൃത്യമായിട്ട് അതിനകത്ത് പറയാം. ഓക്കെ.